നമസ്കാരം, ഞാൻ സുരേൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ഓജോ ബോർഡിനെ കുറിച്ചാണ്. ഒരുപാട് പേരുടെ ചോദ്യമാണ്. കാര്യം ഈ പ്രേതം ആത്മാക്കളെക്കുറിച്ച് അറിയാൻ എല്ലാവർക്കും താല്പര്യമാണ്. അതിനെ കാണണം, അതിനെ വിളിച്ചു വരുത്തണം, അതിൻ്റെ കൂടെ യാത്ര ചെയ്യണം, ഇതൊക്കെയാണ്. പക്ഷേ പേടി കൊണ്ടാണ് ആരും ഇതിൻ്റെ പുറകെ പോകാത്തത്. അപ്പോൾ എന്താണ് പേടി കൊണ്ട് ഇതിൻ്റെ പുറകെ പോകാത്തതെന്ന് വെച്ചാൽ, പേടിക്കുമ്പോൾ ഇത് നമ്മളുടെ ഉള്ളിലേക്ക് വരും എന്നുള്ളത് പരമമായ സത്യമാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് പലരും ചോദിക്കുന്നത്, ഓജോ ബോർഡ്, അങ്ങനെ ഒരു ബോർഡ് അത് സത്യമാണോ? അതുവഴി ആത്മാക്കളെ വിളിച്ചാൽ കിട്ടുമോ, വരുമോ? കാര്യം ഓജോ ബോർഡിൻ്റെ സിസ്റ്റം അതാണ്. ഈ ആത്മാക്കളെ ആ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ ആ അന്തരീക്ഷത്തിലുള്ള ഒരു ആത്മാവിനെ വിളിച്ചു വരുത്തുക, ആ നിൽക്കുന്ന ഏതെങ്കിലും നല്ല ഒരു ആത്മാവിനെ വിളിച്ചു വരുത്തുക എന്നുള്ളതാണ് ഈ ഓജോ ബോർഡ് കൊണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഓജോ ബോർഡ് വഴി ആൾക്കാർ പ്രത്യേകിച്ചും ചെറുപ്പക്കാർ ഒരുപാട് പേര് ചേർന്നിട്ട് ഈ പ്രേതത്തിനെ വിളിച്ചു വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് സത്യമാണോ? ഈ ഓജോ ബോർഡ് വഴിയാണോ പ്രേതങ്ങൾ വരുന്നത്? ഒരുപാട് പേരുടെ ചോദ്യമാണ്. അതിനെക്കുറിച്ച് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. കാര്യം എൻ്റെ ഈ പ്രേത അനുഭവ സംഭവങ്ങൾ അതിനെക്കുറിച്ച് അറിയാൻ ഒരുപാട് പേര് നേരിട്ട് വിളിക്കുന്നുണ്ട്. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതലും യുവതിയുവാക്കളാണ്, ഇന്നത്തെ തലമുറയാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. മുതിർന്ന എൻ്റെ തലമുറയിൽപ്പെട്ടവരൊക്കെയാണ് അത് കേട്ട് അവരങ്ങനെ രസിച്ചും ചിലവർ ഭയപ്പെട്ടുമൊക്കെ ഇരിക്കും. സാറേ മ്യൂസിക് ഇടല്ലേ, അങ്ങനെ പറയാനല്ലേ, ഇങ്ങനെ പേടിപ്പിക്കാതെ പറഞ്ഞാൽ എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ ഇവരങ്ങനെയല്ല. അവർക്ക് ഒരുപാട് സംശയങ്ങളാണ്. ഈ പ്രേതങ്ങളെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ അതിനെക്കുറിച്ചൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചതാണ്, ഓജോ ബോർഡ് വഴി പ്രേതം വരുമോ? കാര്യം പ്രേതം വരുന്ന പല രീതികളുണ്ടല്ലോ. അന്തരീക്ഷത്തിലൊക്കെ പ്രേതമുണ്ട്, പക്ഷേ അതിനൊന്നും പ്രത്യക്ഷത്തിൽ ആർക്കും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഓജോ ബോർഡ് വഴി കാണാൻ പറ്റുമോ എന്നാണ് പലരും ചോദിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് നേരത്തെ പറഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓജോ ബോർഡെന്ന് വെച്ചാൽ അത് ഓജോ ബോർഡ് വഴി വരാറില്ല. പക്ഷേ ഓജോ ബോർഡും അതിനുവേണ്ടി നമ്മൾ ഒരുക്കുന്ന പശ്ചാത്തലവും അത് പ്രേതാത്മാക്കളെ വിളിച്ചു വരുത്താൻ ഉപകരിക്കുന്നതാണ്. അതുവഴിക്ക് സാധിക്കും. അപ്പോൾ എന്താണ് ഈ പശ്ചാത്തലം? പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഒരു പകൽ വെട്ടത്തിലോ അല്ലെങ്കിൽ കുറച്ച് സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഉള്ള നല്ല വെട്ടം, രാത്രിയാണെങ്കിൽ പോലും നല്ല നിലാവിൻ്റെ അവിടെയോ അല്ലെങ്കിൽ നല്ലൊരു തുറന്ന ഒരു സ്ഥലത്തോ ഒന്നും ഇരുന്ന് ഓജോ ബോർഡ് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് അത് കൈകാര്യം ചെയ്യുന്നവർ പറയുന്നത്. പിന്നെ എന്താണ് അതിൻ്റെ പശ്ചാത്തലം? നല്ല ഇരുണ്ട പശ്ചാത്തലം, അതുപോലെ ഒരു അടച്ച മുറിയിലോ ഒരു ശ്മശാനത്തിലോ അതേ കണക്ക് ഭയപ്പെടുത്തുന്ന ഒരു വലിയ മരങ്ങൾക്കിടയിലൊക്കെയാണ് ഇത് ആദ്യം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അതും രാത്രിയായിരിക്കണം. മറ്റു വെട്ടങ്ങളൊന്നും പാടില്ല. ഒരു മെഴുകുതിരി മാത്രമേ പാടുള്ളൂ. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ ഒരു ഹൊറർ സിനിമയോ സീരിയലോ എടുക്കാൻ പറ്റുന്ന ഒരു പശ്ചാത്തലമായി കഴിഞ്ഞു. അതായത് ഒരു ഇല അനങ്ങിയ പിന്നെ നമ്മൾ പേടിക്കും. മറ്റാരുമില്ല. 3, 4, 5 പേരാണ് ഈ ചുറ്റിനും ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ട്, ഈ ബോർഡിന് അവിടെ ഒരു മെഴുകുതിരിയും കത്തിച്ച് വെച്ചിട്ട് ഇത്രയും പേടിപ്പിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പാതിരാത്രി ചുറ്റിനും കൂടിയിരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഇല അനങ്ങിയാൽ എല്ലാവരും പേടിക്കില്ലേ? പേടിക്കും. എന്നിട്ട് ഈ ഓജോ ബോർഡ്, ഈ ബോർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് ലാമിനേറ്റ് ചെയ്യപ്പെട്ടതാണ്, അല്ലെങ്കിൽ നല്ല മിനുസമുള്ള പ്രതല. ഈ പ്രതലത്തിലാണ് ഇത് പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ പുറത്തൊരു നാണയം നമ്മൾ വയ്ക്കും. അപ്പോൾ ഒന്നനങ്ങിയാൽ, അതായത് ഈ ഓജോ ബോർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒരു കാറ്റടിച്ചു, ചിലപ്പോൾ കരിയലിൻ്റെ പുറത്തിരിക്കുമോ എന്തെങ്കിലും വിധത്തിലൊന്ന് അനങ്ങിയാൽ ഈ കോയിൻ എന്തായാലും അനങ്ങും. കാര്യം വെച്ചാൽ 2 മിനുസം ഉള്ളതാണ്. കാര്യം ഈ ഓജോ ബോർഡും മിനുസം ഉള്ളതാണ്, ഈ കോയിനും മിനുസം ഉള്ളതാണ്. ചെറുതായിട്ടൊന്നും അനങ്ങും. അപ്പോൾ അനങ്ങിക്കഴിഞ്ഞാൽ പ്രേതം വന്നു എന്നാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. എന്നിട്ട് ഇവർക്കൊരു മന്ത്രമുണ്ട് ഇംഗ്ലീഷിൽ. ആ മന്ത്രം എല്ലാവരും ഇങ്ങനെ ഏകാഗ്രമായിട്ടിരുന്ന് ചൊല്ലണമെന്നാണ് പറയുന്നത്. വിളിക്കണം, പ്രേതത്തിനെ വിളിക്കണം. അപ്പോൾ ഒരാൾ പ്രേതത്തിനെ വിളിക്കുന്നു, ഒരാളാണ് വിളിക്കുന്നത്. വിളിക്കുമ്പോൾ മറ്റുള്ളവരിങ്ങനെ ശ്രദ്ധിച്ച് കേട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ചുറ്റുപാടെന്ന് പറയുന്നത് വിജനമാണ്. പേടിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ചുറ്റിനും ഒരു അനങ്ങിയാൽ പോലും ഉണ്ടാകാം. മറ്റു വെട്ടങ്ങളൊന്നുമില്ല. ഈ ഒരു മെഴുകുതിരി വെട്ടത്തെ പരസ്പരം നമ്മൾ മുഖത്തോട് മുഖം നോക്കിയാൽ പോലും നമുക്ക് പേടിയുണ്ടാകും. കാര്യം മെഴുകുതിരി താഴെയാണ് വയ്ക്കുന്നത്. താഴെ വയ്ക്കുമ്പോൾ ഈ പ്രകാശമെല്ലാം ഈ ചുറ്റിനും ഇരിക്കുന്നതിൻ്റെ മുഖത്ത് നിന്ന് ഇങ്ങനെയാണ് മുഖത്തോട്ട് അടിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പേടിച്ചു ആ രൂപം കാണുമ്പോൾ. അതായത് ദൂരെ ഇരുട്ടത്ത് നിൽക്കുന്ന ഒരാൾ ഒരു ടോർച്ച് താഴെ നിന്ന് ഇങ്ങനെ അടിച്ചാൽ എങ്ങനെ ഇരിക്കും? അല്ലെങ്കിൽ ഒരു താഴ്ന്നൊരു വെട്ടം വന്നെങ്കിൽ ആയിരിക്കും, പെട്ടെന്ന് നമ്മൾ ഭയപ്പെട്ടു പോകും.
പരിചയമുള്ള ആളാണെങ്കിൽ പോലും. അങ്ങനെയാണ് ഈ 5 പേരും ചുറ്റിനും ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു മരച്ചില്ല വീഴുകയോ ഒരു മരക്കൊമ്പ് ഓടുകയോ ഒരു കിളി വിളിക്കുകയോ രാത്രി വിളിക്കുന്ന രാത്രിഞ്ചന്മാരെ ഒന്ന് വിളിക്കുകയോ ചെയ്താൽ മതി, നമ്മളാകെ ഭയപ്പെട്ടു പോകുമെന്നുള്ളതാണ്. ഭയപ്പെടുമ്പോൾ അന്തരീക്ഷത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കൈകാലം അനങ്ങുകയോ ഈ ബോർഡൊന്ന് ചലിക്കുകയോ ചെയ്താൽ കോയിൻ നമ്മൾ പോലും അറിയാത്ത വിധത്തിൽ കോയിൻ നീങ്ങും. അതോടുകൂടി നമ്മളെ ഉള്ളിൽ ഭയം എരച്ച് കയറും. ഈ ഭയം കയറുന്ന സമയത്തിന് ഈ ആത്മാക്കൾക്ക് നമ്മളിലേക്ക് കയറാൻ എളുപ്പമാണ്. അപ്പോൾ ഈ അന്തരീക്ഷം വെച്ചാൽ എല്ലാ അന്തരീക്ഷത്തിലും ആത്മാക്കളുണ്ട് എന്നുള്ളതാണ്. ആ ആത്മാക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള ഏറ്റവും പറ്റിയ സമയം എന്ന് പറയുന്നത് നമ്മൾ ഞെട്ടിത്തെറിക്കുന്ന സമയമാണ്. നമ്മൾ ഭയപ്പെട്ട് ഞെട്ടിത്തെറിക്കുന്ന സമയത്തിനാണ് ഈ ആത്മാക്കൾ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ അങ്ങനെ ഞെട്ടിത്തെറിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം നമ്മളവിടെ സൃഷ്ടിക്കുകയാണ് ആദ്യം ചെയ്യുന്നത് അതാണ്. ചുറ്റുപാടുമുള്ള ഒന്നും നമുക്ക് ആശ്വാസം തരുന്ന ഒന്നുമില്ല. കൂരിരുട്ട്, വല്ല മരങ്ങൾക്കിടയിലോ ശ്മശാനത്തിലോ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന വീടിനകത്തൊക്കെയാണ് ഇത് രാത്രി നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ചുറ്റുപാടുമുള്ള ആത്മാക്കൾ നമ്മുടെ ഉള്ളിലേക്ക് കയറാൻ എളുപ്പമാണ്. അല്ല ഈ ചലിക്കുക എന്ന് പറഞ്ഞാൽ അതിലൊന്നും ഒരു കാര്യമില്ല. ഈ പ്ലാസ്റ്റിക്കിലും കോയിലൊന്നുമല്ല ആത്മാക്കൾ വരുന്നത്. അതിങ്ങനെ അറിയാതെ ചലിച്ചു പോകുന്നതാണ്. ചലിക്കുമ്പോൾ നമ്മുടെ പ്രേതം വന്നു. കാര്യം ഇത് കോയിനൊന്ന് ചലിച്ചു കഴിഞ്ഞാൽ അത് പ്രേതം വന്ന് ചലിപ്പിക്കുന്നതാണെന്നാണ് വിശ്വാസം. അപ്പം കോയിൻ ചലിച്ചു കഴിഞ്ഞു, പ്രേതം വന്നു. എത്ര ധൈര്യശാലിയായാലും ഈ അന്തരീക്ഷത്തിൽ ഇരുന്നാൽ ഞെട്ടിത്തരിച്ചു പോകുമെന്നുള്ളതാണ്. അങ്ങനെ ഈ ആത്മാവ് ഇതുവഴി, അതായത് ഓജോ ബോർഡ് വഴി ആത്മാവിനെ കണ്ടെത്താൻ പോയ ഒരുത്തൻ്റെ അവസ്ഥ വളരെ മോശമാണ്. അവൻ ഇതേ കണക്ക് കൂട്ടുകാരോടൊപ്പം പോയി ഓജോ ബോർഡ് കളിച്ചുകൊണ്ടിരുന്നു, ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. എങ്ങനെയോ അടുത്തിരുന്നവൻ പേടിച്ച് അപ്പം ചാടി പുറകിലോട്ട് എണീറ്റപ്പം ഈ ബോർഡ് അനങ്ങി കോയിൻ അനങ്ങിയപ്പോഴത്തേക്ക് പ്രേതം വന്നു എന്ന് മനസ്സിലായി. അവർ വിളിച്ചുകൊണ്ട് ഓടി, എല്ലാം നാല് വഴിക്ക് ഓടി. ഈ മെഴുകുതിരി എല്ലാം അവിടെ ഇട്ടിട്ട് പോയി. അടുത്ത ദിവസം ഇതിലൊരുത്തൻ അവന് മുഴുപ്രാന്തെന്ന് വെച്ചാൽ അവൻ ആരെയും തിരിച്ചറിയില്ല. അവനൊരു മനുഷ്യനെയും തിരിച്ചറിയില്ല. അവൻ്റെ സഹോദരിയെ ഭാര്യയാക്കണം, അവൻ്റെ അമ്മയെ ഭാര്യയാക്കണം. അവൻ്റെ പരിചയമുള്ളവരാര് വന്നാലും പറയും നിൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് കൊണ്ടുപോവാ, സ്വന്തം നന്നാവെന്നാ പറയും നിൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് കൊണ്ടുപോവാ, അളിയമ്മെന്നാ പറയും നിൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് കൊണ്ടുപോവാ. ഇതാണ് അവൻ്റെ സ്വഭാവം. അവന് ഈ ആരെ കണ്ടാലും ഒരുപാട് അടി കിട്ടി അവന്. പുറത്തങ്ങ് പോവും, പിടിച്ച് കിട്ടത്തില്ല, അവൻ പുറത്തിറങ്ങി പോക്കളയും. പോയിട്ട് വഴിയെ കാണുന്നിടത്ത് നിൻ്റെ ഭാര്യ എനിക്ക് കൊണ്ടുപോവാ, എനിക്ക് വേണം, നിൻ്റെ ഭാര്യ എനിക്ക് വേണം, കൊണ്ടുപോകുന്നു. അവന് അടി കിട്ടിയെന്ന് വെച്ചാൽ അവനെ കയ്യും കാലും അടിച്ചൊടിച്ചിട്ടുണ്ടോ നാട്ടുകാർക്ക് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. അവന് ഓജോ ബോർഡ് കളിച്ച് പോയി പ്രേതം പിടിച്ചൊന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല. ഈ കേസ് എൻ്റെ അടുത്ത് വന്നതാണ്, എനിക്ക് ഏറ്റെടുക്കാൻ പറ്റിയില്ല. കാര്യം അത് പിന്നെ അവൻ്റെ ഭ്രാന്ത് പോലെ ആയിപ്പോയി. അപ്പോൾ ഓജോ ബോർഡ് വഴി ഈ പ്രേതത്തിനെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ കാണാം. നാട്ടുകാരെ കയ്യിരിക്കുന്ന അടിയും വാങ്ങിക്കാം. എന്നിട്ട് നമ്മൾ ഒരിക്കലും ഇപ്പോൾ ഓജോ ബോർഡ് വഴി പ്രേതം വരുമെങ്കിൽ അതൊരു മുറിക്കകത്ത് നമുക്ക് നമ്മുടെ വീട്ടിലൊരു മുറിയിൽ വെട്ടോ ലൈറ്റോ ഒക്കെ ഇട്ടതിന് ശേഷം അവിടെ ഇരുന്ന് എല്ലാവരുമായിട്ടിരുന്ന് കാണാമല്ലോ. അങ്ങനെ ഉള്ള പ്രേതം അവിടെ വരട്ടെ, അവിടെ അല്ലേ വരേണ്ടത്. അല്ല ഈ ഓജോ ബോർഡ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പശ്ചാത്തലം തന്നെ ഇങ്ങനെ ഒരുക്കണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഒരു ഹൊറർ പേടിപ്പിക്കുന്ന ഒരു പ്രേതകഥ ഒരു സിനിമയാക്കുന്നു, സീരിയലാക്കുന്നു. എൻ്റെ കഥ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് സീരിയലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം എടുക്കുമ്പോൾ അവരൊരിക്കലും ഒരു റോഡിൽ കൂടെ ഒരു പ്രേതം പോകുന്നത് കാണിച്ച് ആരും പേടിക്കില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, രാത്രി ചുവന്ന ലൈറ്റ് നീല ലൈറ്റും ഒക്കെ വെച്ച് കുറേ മരച്ചില്ലുകളും അതും ഇതൊക്കെ വെച്ച് വിജനമായ ഒരു സ്ഥലത്തൂടെ പ്രേതം പോകുന്ന കാണിച്ചാൽ ഒരു മ്യൂസിക് കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ട് പേടിച്ചു. ഒരു മ്യൂസിക് വേണ്ട, അതിങ്ങനെ നടന്നു പോകുന്ന ഒരു ഇലയിലങ്ങുന്ന ശബ്ദം മതി, നമ്മൾ പേടിക്കും. ആ ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഈ ഓജോ ബോർഡിൽ വയ്ക്കുമ്പോൾ പശ്ചാത്തലത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മളവിടെ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ സ്വയം ഭയത്തെ നമ്മൾ ചോദിച്ചു വാങ്ങിക്കുകയാണ്. അപ്പോൾ ഓജോ ബോർഡിൻ്റെ പട്ടാപ്പകൽ നമ്മുടെ മുറ്റത്ത് വെച്ചാൽ ആവാഹിച്ചാൽ അല്ലെങ്കിൽ ഇത് കാണിക്കുമ്പോൾ പ്രേതം വരണം എങ്കിലും നമുക്കത് വിശ്വസിക്കാം. അതുകൊണ്ട് ഒരു കാരണവശാലും ഓജോ ബോർഡിൻ്റെ പുറകെ ഒന്നും നിങ്ങൾ പോകരുത്. പോയാൽ പണി കിട്ടും. ഇതുപോലെ സ്വന്തം അമ്മയെയും സഹോദരിയും വരെ ഭാര്യയാക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് പോയി. ഒന്നുകിൽ ഞാൻ മനസ്സിലാക്കിയത് അവനിൽ അങ്ങനെയുള്ള ദുസ്വഭാവമുള്ള ഏതോ ഒരു പ്രേതമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് അവന് മുഴുപ്രാന്തായി. എന്തായി അവൻ്റെ കാര്യമൊന്നും അറിയില്ല. എൻ്റെ അടുത്ത് വന്നിരുന്നു, പക്ഷേ എനിക്കത് ഒരു കാരണവശാലും ഏറ്റെടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അഹങ്കാരം പിടിച്ചാൽ നമ്മൾ പോയാൽ നമ്മളടുത്ത് ഇത് തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പോയില്ല.
അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളാണ് ഈ ഓജോ ബോർഡ് വഴി വന്നിട്ടുള്ളത്. ഓജോ ബോർഡ് കളിക്കാൻ പോയി ഒരുപാട് പേർക്ക് ദുരന്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ടെങ്കിലും നിങ്ങൾ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകാതിരിക്കും. നമ്മൾ പ്രേതത്തിനൊന്നും അന്വേഷിച്ച് പോകരുത്. അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല. കാര്യം നമുക്ക് വിധിക്കപ്പെട്ടതല്ല അത്. അവരെ ഒഴിവാക്കാനോ അവരെ പറഞ്ഞു വിടാനൊക്കെ വിധിക്കപ്പെട്ട ആൾക്കാരുണ്ട്. അവർ അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് സാധാരണ ജനത്തിന് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അതിൻ്റെ പുറകെ അന്വേഷിച്ച് പോകുന്നത് ഇന്നടത്ത് പ്രേതമുണ്ട്, അവിടെ ചെന്നാൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. നമ്മൾ ധൈര്യപൂർവ്വം മുണ്ട് മുടക്കി കുത്തി അവിടെ ചെല്ലും. പക്ഷേ പണി കിട്ടി വാങ്ങിച്ച് വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഏത് പ്രേതത്തിനെയും നമുക്ക് വരച്ച വരയിൽ നിർത്താം. ഞാൻ ഈ പറഞ്ഞ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ തന്നെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ കൂടപത്രങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിലും അങ്ങനെയുള്ള ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ടാൽ മാത്രമേ അത് പൂർണ്ണമായി അത് പരിശോധിച്ച് മനസ്സിലാക്കി അത് പരിഹരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിൽ സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിൻ്റെ പൂർണ്ണമായി ഞാൻ മാറ്റി തരികയും ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ജ്യോതിഷം ഓൺലൈൻ വഴി അല്ലാതെ നേരിട്ട് നിങ്ങൾക്ക് വരാം. അതിനുള്ള സംവിധാനമുണ്ട്. അത് നിങ്ങൾ വരേണ്ടത് തിരുവനന്തപുരത്താണ്. അങ്ങനെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.